അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഈ മാസം 7 മുതൽ 16 വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7 വൈകിട്ട് 7:10-നും 8:20-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി മഠത്തുമുറി അജിത് ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടി ഉയരും. ഉത്സവത്തിൻ്റെ 10ാം ദിനമായ ഫെബ്രുവരി 16-ന് ക്ഷേത്രത്തിൽ ശിവരാത്രി ബലി നടക്കും. ഫെബ്രുവരി 7 മുതൽ 16 വരെയാണ് അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ പതിവ് പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും. ഉത്സവത്തിന്റെ 2ാം ദിനം രാവിലെ നവകം, പഞ്ചഗവ്യം, അഭിഷേകം എന്നിവയ്ക്ക് ശേഷം ഉത്സവ ബലി ദർശനം നടക്കും. വൈകിട്ട് ദീപാരാധനയും ഭഗവതി സേവയും ലളിത സഹസ്രനാമാർച്ചനയും നടക്കും. 3ാം ദിനം രാവിലെ കൂട്ട മൃത്യുഞ്ജയ ഹോമം നടക്കും. 6ാം ദിനം വൈകിട്ട് 5 മണിക്ക് അഭിഷേക കാവടിയും നടക്കും. 7ാം ദിനം രാവിലെ മഹാവിദ്യാരാജ്ഞി പൂജയും വൈകിട്ട് താലപ്പൊലി ഘോഷയാത്രയും തുടർന്ന് ദീപാരാധനയും നടക്കും. 8ാം ദിനം പള്ളിവേട്ട മഹോത്സവം നടക്കും. വൈകിട്ട് ദീപാരാധന, പുഷ്പാഭിഷേകം, സേവ എന്നിവയ്ക്ക് ശേഷം രാത്രി 9:30-നാണ് പള്ളിവേട്ട പുറപ്പാട്. 9ാം ദിവസം മഹാശിവരാത്രി ആറാട്ട് മഹോത്സവവും 10ാം ദിനം പിതൃപൂജകളും പിതൃതർപ്പണവും നടക്കും. ഉത്സവ നടത്തിപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശിവരാത്രി കൊടിയേറ്റ് മുതൽ ശിവരാത്രി കൊടിയിറക്ക് വരെയുള്ള ദിനങ്ങളിൽ സാധാരണ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ പൂജകളും മറ്റ് ഉത്സവ ആദി ചടങ്ങുകളും നടത്തപ്പെടുന്നു. എല്ലാ ദിവസവും ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ കലാപരിപാടികൾ, പ്രൊഫഷണൽ ട്രൂപ്പുകളുടെ കലാപരിപാടികൾ 7ാം തീയതി മുതൽ 15ാം തീയതി വരെ നടത്തപ്പെടുന്നു. കൂടാതെ ഫെബ്രുവരി 13ാം തീയതി വിവിധ ദേശങ്ങളിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന താലപ്പൊലി ഘോഷയാത്ര ടൗൺ ചുറ്റി തിരിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്നത് പതിവ് പോലെ എത്തിച്ചേരുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ദേശ താലപ്പൊലികളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് വിവിധ കലാപരിപാടികളും ചേർന്നത്. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും മഹാ അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. ഉത്സവത്തിന്റെ വിവിധ ദിവസങ്ങളിൽ ഗാനമേളയടക്കം വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുള്ളതായി ശാഖാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൈജു രവീന്ദ്രനാഥ്, സെക്രട്ടറി ബാബു കൃഷ്ണൻകുട്ടി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ രേഖ ബാബു, പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ, വിഷ്ണു മാതാളിപ്പാറ, നിതീഷ് സിവൈ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.